ഇന്ത്യയുടെ വിജയക്കുതിപ്പിന് സൗത്ത് ആഫ്രിക്ക താൽക്കാലികമായി ഒരു വിരാമം ഇട്ടിട്ടുണ്ട്. ഞായറാഴ്ച നടന്ന കളിയിൽ 187 റൺസ് അങ്ങിട്ട് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 111 തീർന്നു. 111 ഇന്ത്യയെ തീർത്തു എന്ന് പറയുന്നതായിരിക്കും നല്ല കാര്യം. മോശമില്ലാത്ത രീതിയിൽ നല്ലതായിട്ട് ഇന്ത്യ തോറ്റിട്ടുണ്ട്. അപ്പോൾ നെതർലൻഡ്സിനെതിരെ നടന്ന മത്സരത്തിൽ തന്നെ ഓൾറെഡി ഒരു സിഗ്നൽ ഇന്ത്യ കിട്ടിയതാണ്. കാരണം ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരാണ് എല്ലാം. ഓപ്പണിംഗ് 2 പേർ ലെഫ്റ്റ് ഹാൻഡേഴ്സാണ്. ഡൗണിൽ തിലക് വർമ്മ ലെഫ്റ്റ് ഹാൻഡറാണ്. സൂര്യകുമാർ യാദവ് മാത്രമാണ് ഈ ലെവലിൽ ഒരു റൈറ്റ് ഹാൻഡർ ഫസ്റ്റിലുള്ളൂ. പിന്നെ ഇറങ്ങുന്നത് ശിവൻ ദുബെ ലെഫ്റ്റ് ഹാൻഡർ, അക്ഷർ പട്ടേൽ ലെഫ്റ്റ് ഹാൻഡർ. ഇന്ന് അക്ഷർ പട്ടേലിൻ്റെ പേര് ഇറക്കിയത് വേറെ ലെഫ്റ്റ് ഹാൻഡറിനെയാണ്. ഓക്കെ, പിന്നെ റിങ്കു സിംഗാണ് ഇമാതിരി ലെഫ്റ്റ് ഹാൻഡ്. പിന്നെ ഹർദീപ് പാണ്ഡ്യ ഒരാൾ റൈറ്റ് ഹാൻഡ് ഉണ്ട്. ഇമാതിരി ഒരു 5 or 6 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരുള്ള ഇന്ത്യൻ ടീമിനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ ഈവൻ ചെറിയ ടീമുകൾക്കടക്കം പറ്റി. അതാണ് അഭിഷേക് ശർമ്മ കഴിഞ്ഞ 2 കളിയിലും ഡെക്കായിട്ട് പുറത്താവാൻ കാരണം. എന്ത് ചെയ്യാൻ, പിന്നെയും ഇതേ ലെവലിൽ ഇറക്കി. ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഉണ്ട് വെച്ചെങ്കിൽ ഈ എറിയുന്നവർക്ക് ഒരു കൺഫ്യൂഷനുകൾ ഉണ്ടാക്കാം. ഇതെല്ലാം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആകുമ്പോൾ സെയിം രീതി തന്നെ അവർക്ക് എടുത്താൽ മതിയാവും. മാർക്കം ആദ്യത്തെ ഓവർ എറിഞ്ഞു. ഇപ്രാവശ്യം ഡെക്കിൽ പുറത്തായത് ഇഷാൻ കിഷാൻ, ഫോം ബാറ്റ്സ്മാനായ ഇഷാൻ കിഷാനാണ്. അവർക്ക് മനസ്സിലായി ഇവരിൽ മൊത്തം ലെഫ്റ്റ് ഹാൻഡേഴ്സാണ്, ഇവർക്ക് ലെഫ്റ്റ് ഹാൻഡേഴ്സിനടുത്ത പരിപാടി തീരുന്നു. ഓക്കെ, എന്തായാലും ഇന്ത്യക്ക് ഒരു അഹങ്കാരം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതിന് കിട്ടിയൊരു അടിയാണ്. ഇന്ത്യ ഇനി ലോകകപ്പിൽ നിന്ന് പുറത്തായി എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. അടുത്ത 2 കളിയും മോശമില്ലാത്തത് ജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇനി സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റം വരുത്തണം. കഴിഞ്ഞ ദിവസം തന്നെ ശനിയാഴ്ച നടന്ന പ്രസ് കോൺഫറൻസിൽ സൂര്യകുമാർ യാദവ് വളരെ ലാഘവത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞു. എന്ത്, അഭിഷേക് ശർമ്മേനെ മാറ്റണം എന്നാണോ ഉദ്ദേശിക്കുന്നത്, തിലക് വർമ്മേനെ മാറ്റണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? സഞ്ജുവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് വേൾഡ് കപ്പ് മുൻ വർഷങ്ങളിൽ നടന്ന ഏതൊരു വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റനായിരുന്നപ്പോൾ കോഹ്ലിയെ ലോകകപ്പ് ടീമിൽ നിന്ന് 2020 ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യം ഏതൊരു മീഡിയക്കാരൻ ചോദിച്ചപ്പോൾ രോഹിത് ശർമ്മ ഒരു ചിരിയോട് കൂടി ചോദിച്ചിരുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കോഹ്ലി തന്നെയാണ്, കോഹ്ലിയെ മാറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതേപോലത്തെ ചോദ്യം തന്നെ വിരാട് കോഹ്ലി ക്യാപ്റ്റനായുള്ളപ്പോൾ രോഹിത് ശർമ്മയെ മാറ്റേണ്ട കാര്യം എന്തോ ചോദിച്ചപ്പോൾ വിരാട് കോഹ്ലി പറഞ്ഞു, രോഹിത് ശർമ്മ ഒഴിവാക്കിയിട്ട് ഒരു 2020 കളിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇവിടെ ചിരിച്ചിരുന്നു. ആ ചിരി നമുക്ക് മനസ്സിലാവും. കാരണം ഈ വിരാട് കോഹ്ലി ആണെങ്കിലും രോഹിത് ശർമ്മയാണ് ലെജൻസാണ്. ഈ ലെജൻസിനെ മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലെജൻസ് ആയിട്ടുള്ള വിന്നേഴ്സ് ആയിട്ടുള്ള ഈ പ്ലെയേഴ്സിനെ അവർ ജസ്റ്റ് ഒരു ഫോം ഔട്ടിൻ്റെ പേരിൽ മാറ്റി നിർത്തിയിട്ട് ടീമിനെ ഇറക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് കേട്ട് നമുക്ക് അതിൻ്റെ ഏകദേശം ഐഡിയ മനസ്സിലാവും. ഈ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുടെ ഇടയിലെത്ത് എത്താത്ത ഇപ്പോൾ തളിച്ചു വളർന്ന അധികം നാളാവാത്ത അഭിഷേക് ശർമ്മേനെയും നമ്മുടെ ഈ പിന്നെ ആരാ വൺ ഡൗൺ ഇറങ്ങിയ ചങ്ങായി തിലക് വർമ്മേനൊക്കെ അമ്മാതിരി രീതിയിലാണ് സൂര്യ കമ്പയർ ചെയ്തെങ്കിൽ സൂര്യക്ക് തെറ്റി. അതിന്ന് കാണുകയും ചെയ്തു. ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് മാത്രം വാഴുന്ന അറ്റ്ലീസ്റ്റ് 2 റൈറ്റ് ഹാൻഡേഴ്സ് മാത്രമേ ഉള്ളൂ. ഇന്ന് ആക്കൂട്ടി മാറ്റം വരുത്തിയത് തിലകനല്ല, അക്ഷർ പട്ടേലുമായിട്ട് വാഷിംഗ്ടൺ തന്നെ ഇറക്കി. ലെഫ്റ്റ് ഹാൻഡറിനെ ഇറക്കിയിട്ട് ലെഫ്റ്റ് ഹാൻഡറിനെ മാറ്റിയിട്ട് ലെഫ്റ്റ് ഹാൻഡറിനെ ഇറക്കി. മനസ്സിലാവുന്നില്ല. പിന്നെ നല്ല റെക്കോർഡുള്ള സൗത്ത് ആഫ്രിക്കത്തെ നല്ല റെക്കോർഡുള്ള സഞ്ജുവിനെ പുറത്തിരുത്തിയിട്ട് ടീമിനെ ഇറക്കി. സഞ്ജു ഇറക്കിയിട്ട് വലിയൊരു സംഭാവന ചെയ്യും എന്ന് ഉറപ്പൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഉണ്ട് വെച്ചാൽ ബെറ്ററാണ്. ഇതിപ്പോൾ 5-6 ലെഫ്റ്റ് ഹാൻഡേഴ്സാണ് ടീമിലുള്ളത്. അവരെ എങ്ങനെ ഫലപ്രദമായി യൂസ് ചെയ്യണം എന്നുള്ള കാര്യം കഴിഞ്ഞ മത്സരങ്ങളിൽ കുഞ്ഞൻ ടീമുകളടക്കം എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ഒപ്പോണൻറ്റ് വന്നപ്പോൾ അത് ഒന്നും കൂടി എക്സ്പോസ് ആയി. അത് ഇന്ത്യ തട്ടി തരിപ്പണായി എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും അടുത്ത 2 കളി ജയിച്ചാൽ അടുത്ത 2 കളി നല്ലോണം ജയിച്ച ഇന്ത്യക്ക് സെമി സാധ്യതയൊക്കെ ഉണ്ട്. തള്ളിക്കളയുന്നില്ല. പക്ഷെ മാറ്റങ്ങൾ വരുത്തേണ്ട സമയത്ത് മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഈ കളി ഇതൊരു സിഗ്നലായി വാണിംഗ് ആയിട്ട് എടുക്കുക. അടുത്ത 2 കളിയിലും വരുത്തേണ്ട മാറ്റം മാറ്റുക. സഞ്ജുവിനെ ഇറക്കുക, അല്ലെങ്കിൽ ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഇറക്കുക. സഞ്ജുവിനെ ഉള്ളൂ അപ്പോൾ റിങ്കു സിംഗിനെ തൽക്കാലം മാറ്റിയിട്ടോ അല്ലെങ്കിൽ തിലക് വർമ്മയെ മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് റിങ്കു സിംഗിനെയും മാറ്റിയിട്ട് സഞ്ജുവിനെ ആഡ് ചെയ്യുക. സഞ്ജുവിനെ ഓപ്പണിങ്ങോ വൺ ഡൗൺ ഇറക്കുക. ഓപ്പണിംഗ് ഇപ്പോൾ ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ട് വെച്ചാൽ ഓപ്പണിംഗ് അഭിഷേകിനെയും ഇഷാൻ കിഷനെ ഇറക്കുക. എന്നിട്ട് വൺ ഡൗണ് സഞ്ജുവിനെ ഇറക്കുക. ഇല്ലെങ്കിൽ സഞ്ജുവിനെ ഓപ്പണർ ഇറക്കുക, വൺ ഡൗണ് ഇഷാൻ കിഷനെ ഇറക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഇനി അഭിഷേക് ശർമ്മേനെ എപ്പോഴും ഔട്ട് ഓഫ് റൺസ് എന്നുള്ള കൺസിഡറേഷനിലാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഇന്ന് എന്തായാലും അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. പക്ഷേ 12 ബോളിന് 15 റൺസ് എടുത്തിട്ടുള്ളത്. തിലക് വർമ്മ 1 റൺസും. അപ്പോൾ ഏതാണ്ട് മനസ്സിലായില്ല. അപ്പോൾ ഒരു മാറ്റത്തിനെ
എന്തായാലും ടീം മാനേജ്മെൻറ്റ് തയ്യാറാവണം. ഈ മാധ്യമപ്രവർത്തകരോട് ഇനി ചിരിച്ച് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ത്യയെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ മാറ്റം കൊണ്ടുവരണം, എന്നിട്ട് വിജയ വഴിയിൽ എത്തണം തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിക്കുന്നു. ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെയും ഒരു ആത്മവിശ്വാസം കൂടി. കാരണം പെട്ടെന്ന് 3 വിക്കറ്റ് വീണപ്പോൾ വിചാരിച്ച് ഏതാണ് 100 റൺസ് ഒരു പിടിച്ചിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവണം. വരുൺ ചക്രവർത്തിനൊക്കെ അക്കരെ കടത്തുന്ന വരുൺ ചക്രവർത്തി തെറ്റ് പറയില്ല, അദ്ദേഹം നല്ലോണം ഡെലിവറി ചെയ്യുന്ന ബോളറാണ്. ഒരു ഒറ്റ കളി വെച്ചിട്ട് ഇതാക്കാൻ പറ്റില്ല. പക്ഷെ അഭിഷേക് ശർമ്മ അങ്ങനെയല്ല കേട്ടോ, 1 2 3 4 ഓക്കെ. അപ്പോൾ അതൊക്കെയാണുള്ളത്. ജസ്പ്രീത് ബുംറ നന്നായിട്ട് ബോൾ എറിഞ്ഞു, അടി കിട്ടാനൊക്കെ അടി കിട്ടിയിട്ടുണ്ട്. എനിവേ മില്ലർ നല്ലോണം കളിച്ചു, പിന്നെ ബ്രെവിസ് നല്ലോണം കളിച്ചു. കാരണം പെട്ടെന്ന് 3 വിക്കറ്റ് വീണപ്പോൾ അവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് അതുവരെ കയറ്റിക്കൊണ്ടുപോയത്. എനിവേ എന്തായാലും സൗത്ത് ആഫ്രിക്ക അഭിനന്ദനങ്ങൾ, ജയിച്ചതിൽ. ഇന്ത്യക്ക് എന്തായാലും അഹങ്കാരത്തിന് ചെറിയൊരു കുറവെന്നുണ്ടാവും വിചാരിക്കുന്നു. തിരുത്തേണ്ട പാഠങ്ങൾ ഇനി 2 ദിവസമുണ്ട്. 2 ദിവസം കൊണ്ട് തിരുത്തിയിട്ട് അടുത്ത കളിക്ക് നല്ലൊരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനുള്ള ടീമിനെ ഇറക്കിയിട്ട് കളിക്കുക. ഇല്ലാച്ചെങ്കിൽ അടുത്ത കളി സിംബാബ്വെ അസലായിട്ട് പഞ്ഞിക്കിടും. ഓസ്ട്രേലിയനെയും നമ്മുടെ ശ്രീലങ്കനെയും പഞ്ഞിക്കിട്ട ടീമായ കാരണം കൊണ്ട് മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ സിംബാബ്വെയും പഞ്ഞിക്കിട്ടിട്ട് നാണം കെട്ട തോൽവിയായി പോകും.